ഒന്നോണം രണ്ടോണം തിരുവോണം ഒക്കെ കേട്ടിട്ടുണ്ടാവും. എങ്കില് ഓണാട്ടുകരക്കാരുടെ മാത്രം 28 ഓണം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹായ് പീപ്സ്, വെൽക്കം ടു എപ്പിസോഡ് 2 ഓഫ് നാട്ടിലെ കാര്യം. അതെ, ഞങ്ങൾ ഓണാട്ടുകരക്കാർക്ക് മാത്രം ഉള്ളതാണ് 28 ഓണം. പണ്ട് കാലത്ത് ഓണാട്ടുകരയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കൃഷിയിടങ്ങളായിരുന്നേ. അവിടെ നമ്മളെ സഹായിക്കുന്ന കാളക്കുട്ടന്മാരാണല്ലോ. അങ്ങനെ ഓണത്തിന്റെ വിളവെടുപ്പിനൊക്കെ ശേഷം കാളക്കുട്ടന്മാരെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് ഓച്ചറ അമ്പലത്തിൽ കൊണ്ട് വലം വെപ്പിക്കുമായിരുന്നു അത്രേ. അങ്ങനെയാണത്ര 28 ഓണം നമുക്കുണ്ടായത്. ഇത് കറക്റ്റ് ആണോന്ന് എനിക്കറിയില്ല, ഞാൻ കേട്ട കഥയാണ്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണേ. 52 കരക്കാരാണ് ഈ ഒരു കാളകെട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ 200ഓളം കാളക്കുട്ടന്മാർ ഉണ്ടാവും കേട്ടോ. കാളകെട്ട് തുടങ്ങുന്ന അന്നു മുതൽ അവസാന ദിവസമായ 28 ഓണം വരെ നമുക്ക് കാളമുട്ടിൽ കഞ്ഞി സദ്യ അല്ലെങ്കിൽ സദ്യ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഐറ്റംസും കാണുവേ. ഓരോ കരക്കാരുടെയും മത്സരബുദ്ധിയും ആവേശവും ഒന്നടങ്ങുന്ന ഒരു അടിപൊളി ദിവസമാണ് 28 ഓണം. നട്ടുച്ച വെയിലത്തും ആ ഒരു ആവേശത്തിന് ഒരു കുറവും ഉണ്ടാകില്ല കേട്ടോ. അതാണ് നമ്മൾ ഓണാട്ടരക്കാരൻ. 72 അടി ഉയരമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ നന്ദികേശനായ കാലഭൈരവൻ തൊട്ട് ഏറ്റവും കുഞ്ഞു കെട്ടുകാഴ്ച വരെ നമുക്കിവിടെ കാണാൻ പറ്റുവേ. അന്നേ ദിവസം ആക്ച്വലി അമ്പലത്തിൽ അടുക്കാൻ പോലും പറ്റില്ല, അമ്മാതിരി തിരക്കായിരുന്നു. അതുകൊണ്ട് ഞാനും എൻ്റെ അനിയനും അടുത്ത ദിവസമാണ് പോയത് കേട്ടോ. അടുത്ത ദിവസം ഇവരെല്ലാം ഇങ്ങനെ നിരന്നായിരിക്കും നിൽക്കുക. അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെയും മാസങ്ങൾ നീണ്ടു നിന്ന കഷ്ടപ്പാടിന്റെ ഫലമാണ് ഈ നന്ദികേശന്മാരൊക്കെ. അത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. അടുത്ത വർഷം ഇത് വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ കാണണം കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ 28 ഓണം ഇവിടെ അവസാനിച്ചു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ഓക്കെടാ, ബൈ.